ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധി രവിക്ക് ആ തോർത്ത് കൊടുത്തത് വല്ലാത്തൊരു ദുഃഖം അവിടെ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവിക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. സച്ചിക്കാണെങ്കിൽ ആകെ അരിശ്യം വരികയാണ്. രവിയാണെങ്കിൽ അപ്പോൾ പഴയ കാര്യങ്ങൾ മുഴുവനും പറയുക, എനിക്ക് എൻ്റെ ചെരുപ്പ് തേഞ്ഞ് തീർന്നാൽ പോലും ഞാനൊരു പുതിയൊരു ചെരുപ്പ് മേടിക്കാൻ പോലും ഞാൻ തയ്യാറാവില്ല. കാരണം ആ പൈസ കൊണ്ട് എൻ്റെ സുധിയെ പഠിപ്പിക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. വിശന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഓടി ചെല്ലും. പക്ഷേ അവിടെ ആ ഭക്ഷണത്തിൻ്റെ ആവി പറക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് കിടന്ന് പെടയും. അതാ ഭക്ഷണം കഴിക്കാനുള്ള ഇതുകൊണ്ടല്ല, ആ ഭക്ഷണം കഴിക്കുന്ന പൈസ കൊണ്ട് എൻ്റെ സുധി എനിക്ക് പഠിപ്പിക്കാലോ എന്നും കൂടി ഞാൻ ചിന്തിക്കും എന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കൊക്കെ സങ്കടം തോന്നുകയാണ്. സുധിയാണെങ്കിൽ ദൈവമേ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. രേവതിക്കാണെങ്കിലും സച്ചിക്കാണെങ്കിലും ആകെ വളരെയേറെ ദുഃഖവും തോന്നുകയാണ്. പക്ഷേ ഇവനിത് എന്തൊക്കെയാണ് കാണിച്ചു വിടുന്നത്? അച്ഛൻ ഇത്രയും വലിയൊരു അപമാനം ഇവൻ കൊടുക്കണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനോട് ഇങ്ങനൊരു പ്രവൃത്തി ഇവൻ ചെയ്യണ്ടായിരുന്നു. അപ്പം നമ്മുടെ രവി പറയാണ്, ഏതായാലും നന്നായി മോനെ സുധി, എനിക്ക് ഏതായാലും എന്നെ ഓർത്തപ്പോൾ നിനക്ക് തോർത്ത് മേടിക്കാനായിട്ട് തോന്നിയല്ലോ, അതന്നെ വലിയ ഭാഗ്യമാണ്. എന്തിനാണല്ലേ വേലയും കൂലിയില്ലാത്ത ഞാൻ വലിയ വലിയ വാച്ചൊക്കെ കെട്ടി നല്ല മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് ഈ വീട്ടിൽ കുത്തിരിക്കുന്നത്. തോർത്ത് തന്നെ ധാരാളം. നീ എനിക്ക് കുളിച്ച് തോർത്തെങ്കിലും മേടിച്ച് തന്നല്ലോ സുധി, എനിക്ക് വളരെയേറെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് രവി കരഞ്ഞുകൊണ്ട് ആ തോർത്തുകൊണ്ട് തന്നെ കണ്ണീരൊപ്പുക. അപ്പോൾ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. എടാ സുധി, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോനെ സച്ചി വേണ്ട, അവന് ഏതെങ്കിലും മേടിച്ചു തന്നല്ലോ, ഇത്രയും മതി. എടാ നീ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു, എവിടെ നിന്നാണ് നിനക്ക് പൈസ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ പൈസയുണ്ട്. എടാ നീ നോണ പറയാൻ നിൽക്കരുത്. അതെ, അന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ കള്ളസാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയില്ലേ, അവർ ജയിലിലായിരുന്നല്ലോ. ഇവന് ആ പൈസ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവൻ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മേടിച്ചത്. ഒരു ഇന്ന പൈസ നീ പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സുധി. സത്യം പറഞ്ഞോ, നിനക്ക് എവിടെ നിന്നാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയാണ്, സുധിക്ക് പൈസ എവിടെ നിന്ന് കിട്ടിയാൽ നിനക്കെന്താ കുഴപ്പം? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെ അല്ലല്ലോ, ഇവന് അച്ഛൻ ഒരു 50 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. മാസം 50,000 രൂപ പോലും കൊടുക്കുന്നില്ല ഇവൻ. ആ പൈസക്ക് എപ്പോൾ കൊടുക്കും? അതൊക്കെ സുധി കൊടുത്തോളൂ, നീ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. ഞങ്ങൾ അങ്ങനെ പല സാധനങ്ങളും മേടിക്കും, ആ കാര്യത്തിൽ നീ കയറി വന്ന് ഇടപെടാൻ നിൽക്കണ്ട സച്ചി എന്ന് ശ്രുതി പറയാ. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ, എടാ സച്ചി, നിങ്ങൾക്ക് 2 പേർക്കും വയറ്റെരിച്ചിലാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറവും നിങ്ങൾ പറഞ്ഞു കൂട്ടുമെന്നും മനസ്സിലായി. പക്ഷേ അതൊന്നും ഇവിടെ വേണ്ട, ഇവിടെ ചെലവാകത്തുമില്ല, അത് മാറ്റി വെച്ചേര് എന്നൊക്കെ ഇങ്ങനെ പറയാ. അതെ, നിങ്ങൾക്ക് 20,000 രൂപയുടെ സാരി ഇവ മേടിച്ചു തന്നല്ലോ. നിങ്ങളെ ഇത് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ട, കാരണം പേടിക്കണം. ചിലപ്പോൾ ഇവൻ കടം മേടിച്ചിട്ടായിരിക്കും ഈ സാധനങ്ങൾ മുഴുവനും മേടിച്ചത്. ചിലപ്പോൾ പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളെ പൊക്കിക്കൊണ്ട് പോകും സാരിയോടെ. അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട എന്ന് സച്ചി പറയാ. തിടിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ ഒന്ന് പോടാ, ഞാൻ കടമൊന്നും മേടിച്ചിട്ടില്ല അമ്മ. ഇവൻ വെറുതെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയാണ്. അമ്മ ഈ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ബിസിനസ്മാൻ. അപ്പം എൻ്റെ കയ്യിലും അങ്ങനെ പല വഴിക്കും പൈസ ഉണ്ടാകും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ലടാ സച്ചി എന്ന് പറയുമ്പോൾ, ആ പല വഴി എങ്ങനെയാണെന്ന് അധികം താമസിയാതെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും കിടന്ന് ദുഃഖിക്കേണ്ടി വരും, അതൊക്കെ ആലോചിച്ചോ എന്നൊക്കെ സച്ചി പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കാണെങ്കിലും കുറച്ച് പേടിയൊക്കെ തോന്നുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇനി ഇവന് ഇവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കടക്കാർ മുഴുവനും വീട്ടിൽ കിടന്ന് നിരങ്ങുമല്ലോ. അല്ലെങ്കിലേ ഒരേ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സുധി. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പണി പാളുമെന്ന് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. പിന്നീട് രവിയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ പോയി ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. സുധി, ഇതാണ് എൻ്റെ സർപ്രൈസ്. അച്ഛനൊരു കുളിച്ചു തോർത്താനായിട്ട് ഇഷ്ടപ്പെട്ട കളറിൽ തന്നെ ഞാൻ മേടിച്ചിട്ട് വന്ന്, എങ്ങനെയുണ്ട് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ ആ തോളിലേക്ക് ആ തോർത്ത് ഇട്ട് കൊടുത്ത രംഗങ്ങൾ മുഴുവനാണ് അവിടെ രവി ആലോചിക്കുന്നത്. അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ ചങ്ക് കിടന്ന് പെടയുക. അങ്ങനെ അവിടെ അങ്ങനെ ഇരുന്ന് പോവുകയാണ്. അപ്പോഴാണ് സച്ചി വരുന്നത്. അപ്പം സച്ചി ചോദിക്കുകയാണ്, അച്ഛാ അച്ഛൻ ഒരുപാട് സങ്കടമായല്ലോ അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മക്കളെ ഒരുപാട് അങ്ങോട്ട് വലുതായിപ്പോയി. പക്ഷേ എന്നാലും അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ആ കുഞ്ഞു മക്കൾ തന്നെയാ. വിരൽ പിടിച്ച് നടക്കുന്ന മക്കളെയാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. സുധിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അവനെ
പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരുന്നു. അവൻ നന്നായിട്ട് പഠിക്കും, അവനിൽ ഒരുപാട് പ്രതീക്ഷ ഞാൻ പുലർത്തി വെച്ചിരുന്നു സച്ചി മോനെ. അവനെ എൻ്റെ കൈ പിടിച്ച് നടക്കാൻ വേണ്ടി ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൈ പിടിച്ചേ നടക്കുള്ളൂ അവൻ. സുധി ദേ എന്നോട് സംസാരിക്കാതെ എന്നോട് മിണ്ടാതെ ഉറങ്ങില്ല അവൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അച്ഛാ എന്ത് ചെയ്യാനാണ് അച്ഛാ, അതൊക്കെ വിട്ടേര്. അച്ഛനത് സങ്കടമായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവനെ ആരൊക്കെ തിരുത്താൻ നോക്കിയാലും ശരിയാവില്ല. അവൻ മാറാനായിട്ട് പോകുന്നില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വിചാരം അവൻ ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് കരുതിയാണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ടാ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മുഴുവനും അവൻ ചെയ്തു കൂട്ടുന്നത്. ഒക്കെ വിട്ടേരച്ച എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ അതൊന്നും സാരമില്ല, പക്ഷേ കർമ്മത്തിൽ എവിടെയോ പിഴച്ചു പോയടാ മോനെ എന്നിങ്ങനെ രവി പറയുമ്പോൾ അച്ഛാ എന്തൊക്കെയാ അച്ഛാ പറയുന്നത്? അതെ, കർമ്മത്തിൽ പിഴച്ചു പോയി. കാരണം എനിക്ക് മൂത്ത മകനുണ്ടായപ്പോൾ എടാ അവൻ്റെ ചിരിയല്ല ഞാൻ ആദ്യം കണ്ടത്. അവനല്ലേടാ എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത്. അങ്ങനെയല്ലേ ഞാൻ മക്കളെ സ്നേഹിക്കാൻ പഠിച്ചത്. പിന്നീടല്ലേടാ നിങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അവരിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടി. വലുതാകുമ്പോഴും അതേപോലെ എന്നോട് സ്നേഹം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അതെല്ലാം വെറുതെയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. സച്ചി, നീ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നീയും എന്നെ ഒരുപാട് സ്നേഹിക്കുമായിരുന്നു. പക്ഷെ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് സച്ചി. ദേ എൻ്റെ 3 മക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടിയിരിക്കുന്നത് നിന്നിൽ നിന്നാണ് സച്ചി എന്ന് സച്ചിയെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ രവി പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. അച്ഛാ അച്ഛൻ കരയരുത് അച്ഛാ. അച്ഛാ ആരൊക്കെ എതിർത്ത് എന്തൊക്കെ പറഞ്ഞാലും അച്ഛന് ഞാനില്ല അച്ഛാ. എനിക്ക് പൈസ കൊണ്ട് അച്ഛനെ സഹായിക്കാനായിട്ട് പറ്റില്ല അച്ഛാ. പക്ഷേ എനിക്ക് അച്ഛനെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് പറ്റും. ഒരുപാട് എനിക്ക് വില പിടിച്ച സമ്മാനങ്ങളൊന്നും മേടിച്ചു തരാനായിട്ട് എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് കഴിയാവുന്ന മുഴുവനും ഞാൻ അച്ഛന് വേണ്ടി ചെയ്യും അച്ഛാ. പക്ഷെ എൻ്റെ സ്നേഹം അച്ഛനിൽ നിന്ന് ഒട്ടും വിട്ടു മാറില്ല അച്ഛാ. എപ്പോഴും ഞാൻ അച്ഛനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അച്ഛനെ സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ അച്ഛാ. പക്ഷേ അച്ഛൻ കരയരുത്, അച്ഛൻ്റെ മനസ്സ് വിഷമിക്കരുത് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ സച്ചി കരയുക. രവിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ ദുഃഖം തോന്നി. കാരണം തൻ്റെ മൂത്ത മകനെ താൻ ഒരുപാട് പഠിപ്പിച്ചു. പക്ഷേ സച്ചിയെ പഠിപ്പിക്കാനോ ഒന്നും ഇവരൊന്നും തയ്യാറായതുമില്ല. അങ്ങനെ സുധിയിൽ നിന്ന് നല്ലൊരിത് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും രവിക്കാണെങ്കിൽ അത് സഹിക്കാനും പറ്റിയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയാണെങ്കിൽ ആ ഒരു വലിയൊരു നെക്ലസ് ശ്രുതിയുടെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഗിഫ്റ്റൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്ത് നല്ല രസമാണ് ഈ ഗിഫ്റ്റ് കാണാനായിട്ട്. ആ ശ്രുതി, ഇത് മാത്രമല്ല വേറെയും ശ്രുതിക്ക് ഞാൻ കുറേ ഗിഫ്റ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇത് കാണിച്ചു കൊടുക്കുക. ഗിഫ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ 5000 രൂപയുടെ ചുരിദാർ സെറ്റാ. ഇത് കേട്ടപ്പോഴേക്കും നിക്ക് അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു, ഒരു 10 ലക്ഷം രൂപ ചിലവായോ സുധി? ആ 10 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അല്ല, എവിടെന്നാ ഇപ്പം ഇത്രയും പൈസ കിട്ടിയത്? സത്യം പറ, എവിടെന്നാ പൈസ കിട്ടിയത്? നമ്മുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ? എന്നോട് പറ സുധി എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ, അന്ന് ബാങ്കിലോട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ചില്ലായിരുന്നോ? ആ ക്രെഡിറ്റ് കാർഡ് എനിക്ക് കിട്ടി. അതിൽ നിന്നാ ഇത്രയും സാധനങ്ങൾ മുഴുവനും ഞാൻ മേടിച്ചത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ടാണോ ഈ സാധനങ്ങൾ മുഴുവനും മേടിച്ചത് സുധി എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് തന്നെയാ ഞാൻ ഈ സാധനങ്ങൾ മുഴുവൻ മേടിച്ചത്. ദൈവമേ, അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചടക്കേണ്ടി വരില്ലേ? വരും, ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരും. എങ്ങനെ അടക്കും? അതിനെന്താ കുഴപ്പം? എന്താ ശ്രുതി, ഞാൻ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് ഈ സാധനങ്ങളെല്ലാം മേടിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ അത് വലിയ തെറ്റായി പോയോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അല്ല ശ്രുതി, നീ മേടിച്ചത് വളരെയേറെ ശരിയായ കാര്യം തന്നെയാണ്. നന്നായല്ലോ, കാരണം നീ വിലപിടിപ്പുള്ള നെക്ലസ് അല്ലേ മേടിച്ചത്. ഈ നെക്ലസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഇൻവെസ്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ആൻറ്റിക്ക് വളരെയേറെ സന്തോഷമായി. അത്രയും വില കൂടിയ സാരിയല്ലേ മേടിച്ചു കൊടുത്തത്. അങ്ങനെ ആവട്ടെ. അല്ല, സച്ചിക്കും രേവതിക്കും ആണ് ഭയങ്കര എരിച്ചിൽ തോന്നിയത്. അല്ല, രേവതി ഭയങ്കര പ്രതിജ്ഞയൊക്കെ എടുത്തായിരുന്നല്ലോ.
സച്ചി മേടിച്ചു കൊടുക്കുന്ന സ്വർണം മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇതുവരെ മേടിച്ചു കൊടുത്തൊരു താലിമാലയാ. പിന്നെ അവൻ ഒരു തുള്ളി സ്വർണം പോലും രേവതിക്ക് ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെതായ വൈദ്യുതിച്ചിട്ടൊക്കെ അവളൊക്കെ ഉണ്ട്. അതൊക്കെ പുറത്ത് കാണിക്കാത്തതാ. ഭയങ്കര കുശുമ്പും കാര്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ സുധി, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പൈസ എല്ലാം തിരിച്ചെടുക്കണം. പിന്നെ അല്ലാതെ നമ്മളൊരു ബിസിനസ്മാൻ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യ വരുമാനമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടച്ചു തീർക്കാന്നേ. അതെ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാത്തിനും കാരണം നീയാ. ഞാനോ? അതെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അല്ലേ എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിച്ചത്. എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. അതുകൊണ്ട് എല്ലാത്തിനും കാരണം ശ്രുതി തന്നെയാണെന്ന് നമ്മുടെ ശ്രുതി പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാരണം കൂടിയൊന്നല്ല, എല്ലാം ശ്രുതിയുടെയും പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഇനിയും നമ്മൾ ഉയരങ്ങളിലേക്ക് തന്നെ പോകും. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. അത് പിന്നെ പ്രയത്നിക്കാതിരിക്കോ എന്നൊക്കെ പറയാ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ്. അപ്പൊ ശരത്തിന്റെ കൈയൊക്കെ അഴിച്ചു. കൈയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അമ്മ. ശരത്തെ മോനെ, നിനക്കിപ്പോ വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, വേദനയൊന്നുമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് നാളത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കണ്ട എന്നാ പറഞ്ഞത്. അത്രയേ ഉള്ളൂ അമ്മേ, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. അമ്മേ, ചേച്ചിയെ വിളിക്കണ്ടേ? വിളിക്കണം മോനെ. അല്ല, ഇന്നെൻ്റെ പിറന്നാളാണ്, എന്നിട്ട് പോലും ചേച്ചി എന്നെ വിളിച്ച് ഇതുവരെ വിഷ് ചെയ്തിട്ടില്ല. അവളത് മറക്കുമോ മോനെ? അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടാവും, പിന്നീട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. എങ്കിലേ ഇന്ന് കേക്ക് മുറിക്കുമ്പോൾ ചേച്ചി കൂടെ വേണോട്ടോ അമ്മേ. അതിനെന്താ, ഞാൻ അവളെ വിളിക്കാമല്ലോ. പിന്നൊരു കാര്യമുണ്ടമ്മേ, ചേച്ചിയെ മാത്രം വിളിച്ചാൽ മതി. അങ്ങേരെ വിളിക്കാൻ നിൽക്കരുത്, സച്ചിയേട്ടനെ. എന്താടാ വിളിച്ചാല്? രേവതിക്ക് വരാം, സച്ചിക്ക് എന്താ വരാൻ പാടില്ലേ? വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ പിറന്നാളിന് സച്ചിയേട്ടൻ വേണ്ട. ഈ ഒരു ഫംഗ്ഷൻ അലങ്കോലാക്കാനാണ്. എടാ സച്ചിയെ വിളിക്കണ്ടെന്ന് ഞാൻ എങ്ങനെയാടാ രേവതിയോട് പറയുന്നത്? അത് പറഞ്ഞേ മതിയാവുള്ളൂ. പക്ഷേ എൻ്റെ പിറന്നാളിന് ചേച്ചിയും ഉണ്ടാകണം. സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. എടാ, എന്തൊക്കെയാണ് ശരതി പറയുന്നത്? അമ്മ, ഞാൻ പറയണ പോലെ ചെയ്യേ, എനിക്കല്ലാതെ വേറൊരു കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ രേവതിയുടെ അമ്മ നേരെ രേവതിയെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് രേവതി വിളിക്കുന്നത്. അപ്പോൾ മോളെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നീ എന്നെ വിളിച്ചത്. ശരത്ത് എവിടെ അമ്മേ? അവൻ്റെ പിറന്നാളല്ലേ ഇന്ന്. ഞാൻ അവനെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ കോൾ എടുത്തില്ല. ശരത്തിൻ്റെ കൈയൊന്ന് കൊടുത്തേ മോളെ എന്ന് അമ്മ എന്നിങ്ങനെ പറയാ. ഞാൻ കൊടുക്കാം. പക്ഷേ മോളെ, നീ ഇവിടെ ചെറുതായിട്ടൊരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ട്, നീ വരണം സച്ചിയേയും കൂട്ടി എന്ന് പറയാണ്. അയ്യോ അമ്മേ, സച്ചിയേട്ടനോട് പറഞ്ഞു നോക്കാം, വരുവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു നോക്കാമേ. പക്ഷെ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചി ഈ ഫംഗ്ഷന് വരണ്ട എന്നാണ് ശരത്ത് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞോ? അതെ, അവൻ അങ്ങനെ പറഞ്ഞു. സച്ചി വന്നു കഴിഞ്ഞാൽ അവനിവിടെ നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ അവൻ അത്രയ്ക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാനായല്ലേ? അമ്മ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ. അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. എടാ ശരത്തെ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം ശരത്ത് ഓടി വരികയാണ്. എന്നിട്ട് എന്താ അമ്മേ? ദേ രേവതിയാ, നീ സംസാരിക്കടാ. ചേച്ചി, ഇന്ന് കേക്ക് മുറിയൊക്കെ ഉണ്ട്, ചേച്ചി വരണം. പിന്നെ ചേച്ചി വിളിച്ചത് ഞാൻ കണ്ടില്ല, ഫോൺ സൈലൻറ്റിലായിരുന്നു, അതുകൊണ്ടാണ് കാണാൻ. എടാ ശരത്തെ, നിന്റെ മനസ്സിൽ എന്താണ് വിചാരം? നീ അങ്ങോട്ട് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തെന്ന് കേട്ടല്ലോ. സച്ചിയേട്ടൻ എന്താ നിന്റെ ഫംഗ്ഷന് വന്നാൽ എന്ന് കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. സച്ചിയേട്ടൻ വരണ്ട, എനിക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ദേ ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. സച്ചിയേട്ടൻ ഈ ഫംഗ്ഷന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കില്ല, ഞാനിവിടെ നിന്ന് പോകും. ചേച്ചി വരികയും ചെയ്യണം. ഈ എൻ്റെ നല്ലൊരു ദിവസമാണ്, അത് നശിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അന്ന് അച്ഛൻ്റെ ആണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ എല്ലാവർക്കും അറിയാലോ, എല്ലാവരുടെ മുന്നിൽ സച്ചിയേട്ടൻ നമ്മളെ നാണം കെടുത്തില്ലേ, എല്ലാവർക്കും സമാധാനമായില്ലേ. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, വേണ്ട, എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് സച്ചിയേട്ടൻ വരണ്ട. എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് അദ്ദേഹത്തെ കാണുകയും വേണ്ട. എനിക്കിനി കൂടുതലൊന്നും പറയാനുമില്ല. എനിക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കൊടുത്തിട്ട് ശരത്ത് അവിടെ നിന്ന് പോകണേട്ട് ശരത്തെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയാണെങ്കിൽ ഫോൺ എടുത്തിട്ട്, കണ്ടോ അവൻ പറയുന്നത് കേട്ടില്ലേ മോളെ, നീ ഏതായാലും വന്നില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അമ്മേ, ഫംഗ്ഷൻ ഏതായാലും നടക്കണം, അവൻ്റെ സന്തോഷം നശിപ്പിക്കാനായിട്ട് പാടില്ലല്ലോ. മോളെ, നീ വരില്ലേ?
ഞാനത് ആ തീരുമാനം പിന്നീട് പറയാമേ. എനിക്കിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല. അവൻ വാശി പിടിച്ചിരിക്കല്ലേ സച്ചിയേട്ടൻ വരണ്ട വരണ്ട എന്നും പറഞ്ഞുകൊണ്ട്. എനിക്കതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ ഫോൺ വെക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.